ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഈ കോവിഡ് കാലത്ത് എന്തായാലും 2020 11-ാം മാസം 30-ാം തീയതി കോവിഡ് സ്ഥിരീകരിച്ചു. വീട്ടിൽ പപ്പയ്ക്കും അമ്മയ്ക്കും എനിക്കും സ്ഥിരീകരിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിനകത്ത് റെസ്റ്റിലാണ്. അത്യാവശ്യം ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 8-ാമത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഡിസംബർ മാസം 7-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ആരോഗ്യമൊക്കെ പൂർണ്ണമായിട്ട് ശരിയായി. കോവിഡിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് നല്ല തലവേദനയും ദേഹം വേദനയും രുചിയില്ലായ്മ, ജലദോഷം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്ന് അത് മാറി. എന്തായാലും ഇനി ടെസ്റ്റ് ഈ വെനസ്ഡേ ആണ് വെച്ചിരിക്കുന്നത്. ടെസ്റ്റിൽ നെഗറ്റീവ് ആകട്ടെ. അപ്പോൾ ഈ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് റൂമിൽ റെസ്റ്റ് ആയപ്പോഴേക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി. ഇത് മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഇൻട്രോ ആയിട്ട് എൻ്റെ വിശേഷം കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകും. താങ്ക് യു. m.2 എന്ന് പറയുന്ന സാധനം ഇതാണ്. ഓക്കെ, എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഡിജിറ്റൽ WD ഗ്രീൻ എഡിഷനാണ്. ഓക്കെ, അത് വന്നിട്ട് 120 GB ആണ്. 3 ഇയർ വാറണ്ടിയാണ്. അപ്പോൾ ഇതിന് അൺബോക്സ് ചെയ്ത് അഴിച്ചു മാറ്റി. ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും m.2ൻ്റെ സ്ലോട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിതിനെ പൊട്ടിച്ച് ഇങ്ങനെയായിരിക്കും ഇതിനകത്ത് വരുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അതിനകത്ത് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലേ പിടിക്കാവൂ. ഈ സർക്യൂട്ടുകളിലോ കാര്യങ്ങളൊന്നും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരു കറണ്ട് ജനറേറ്റ് ആകുന്ന ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ പാർട്ട് ഡാമേജ് ആകും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന് ഇങ്ങനെ നമ്മൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ക്രൂ ചെയ്യണം. ഓക്കെ, സ്ക്രൂ നമുക്ക് തന്നിട്ടില്ല, നമ്മുടെ കയ്യിൽ അഡീഷണൽ വേറെ സ്ക്രൂ ഉണ്ട്. അതിൽ നിന്ന് ചെറുതാണ് വരുന്നത്. ഓക്കെ, ചെറുതെടുക്കാം. ഓക്കെ, ചെറിയ സ്ക്രൂ സെറ്റാണ്. നല്ല ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഒരു പ്ലേ ചെയ്യൂല, നല്ല ടൈറ്റായിട്ടുണ്ട്. തിരികെ അതുപോലെ തന്നെ
സെറ്റിംഗ് കഴിഞ്ഞു. പവർ ഓൺ ചെയ്ത് നോക്കാം. ആ ഏസർ ലാപ്ടോപ്പിനകത്ത് m.2 സപ്പോർട്ട് ചെയ്തില്ല. ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് m.2 എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. അതിനകത്ത് എന്തായാലും m.2വിൻ്റെ ഈ കാർഡ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമൽ SSD വെച്ചാണ് സോൾവ് ചെയ്തത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.